ഈ പറയുന്ന അദ്ദേഹം ആത്മഹത്യ ചെയ്ത വീട് സുധീർ കുമാറിൻ്റെ വീടാണ്. ഈ സുധീർ കുമാറിൻ്റെ വീട്ടിൽ എൻ്റെ പണം തിരിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുധീർ കുമാറിൻ്റെ വീട്ടിൽ പോയ സമയത്ത് ഈ വയോധികൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് അപമര്യാദയായിട്ട് പെരുമാറിയെന്ന കല്ല് വെച്ച പച്ച നുണ പറഞ്ഞിരിക്കുകയാണ്. അത് പോലീസിൽ പരാതി കൊടുത്തിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്, കരഞ്ഞുകൊണ്ട് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ നിക്ഷേപിച്ച പൈസക്ക് പോയപ്പോൾ ഏറ്റവും മാന്യമായി ആ വീട്ടിൽ പോയി ചോദിച്ച സമയത്ത് എൻ്റെ ഭാര്യയെ ഉപദ്രവിച്ചു എന്നുള്ള കള്ളക്കേസ് കൊടുത്ത് അപമാനിക്കാൻ ശ്രമിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ മരണത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദി DCC സെക്രട്ടറി ആയിരുന്ന എന്നല്ല, DCC സെക്രട്ടറി തന്നെയാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. DCC സെക്രട്ടറി സുധീർ കുമാറാണ്. UDF-ന് ഈ ആത്മഹത്യയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. UDF-ന്റെ നേതാക്കന്മാരെ മുഴുവൻ ആളുകളെയും ചോദ്യം ചെയ്യണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത്. എനിക്ക് അയച്ചിരിക്കുന്ന മെസ്സേജിനകത്ത് അദ്ദേഹം പറയുന്നത് 28 ലക്ഷം രൂപയാണ് ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. 15 ലക്ഷത്തോളം രൂപയാണ് സുധികുമാറിന് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ എനിക്ക് തന്നിരിക്കുന്ന പലിശയും എല്ലാം കണക്ക് കൂട്ടിയാൽ ഏകദേശം 75 ലക്ഷത്തോളം രൂപ എനിക്ക് ബാങ്ക് തരാനുണ്ട് എന്നാണ് അദ്ദേഹം വോയിസിൽ പറയുന്നത്. പേഴ്സണൽ അക്കൗണ്ടിൽ ഇട്ടു എന്നാണ് വോയിസിലുള്ളത്. ഇത് അവർ അഗ്രി ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ അവരെ ഇരുന്ന് എഗ്രിമെൻ്റ് ഒക്കെ തയ്യാറാക്കിയ കഥകളൊക്കെ പറയുന്നുണ്ട്. ഇത് കുറേ നീണ്ടു നിൽക്കുന്ന വോയിസാണ്. അത് ഞാൻ എല്ലാവർക്കും അത് അയച്ചു തരാം. ഞാൻ ഇപ്പോൾ മീഡിയ ഗ്രൂപ്പിൽ സംഗീതിപ്പോൾ അത് ഒന്ന് മീഡിയ ഗ്രൂപ്പിലേക്ക് ആ വോയിസുകളെല്ലാം ഇട്ടുകൊടുക്കണം. വളരെ ഗുരുതരമായ വിഷയമാണ്. ഒന്ന് കോൺഗ്രസും CPM-ഉം തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. ഇവിടെ ബാങ്ക് കൊള്ള, സഹകരണ കൊള്ള എത്രയോ കാലമായി നമ്മൾ കരുവന്നൂർ കൊള്ളയും പുൽപ്പള്ളി ബാങ്കിലെ കൊള്ളയും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. എത്ര ആത്മഹത്യകൾ കേരളത്തിൽ നടന്നു. എന്നിട്ടും എന്താ ഈ സഹകരണ ബാങ്കുകളിൽ കൃത്യമായിട്ടുള്ള സർക്കാരിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകാത്തത്? ഇത്രയും കാലം ഇദ്ദേഹത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് UDF അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ പരിഹരിക്കുമെന്ന്. UDF അധികാരത്തിൽ വന്ന് മുഖ്യമന്ത്രി VD സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് എന്നിട്ടും ഒരു രക്ഷയുമില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ഇബ്രാഹിം ഹാജി മരണപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യപ്പെട്ടിട്ടുള്ളത്.